ജീവിതത്തിൽ പ്രാപിക്കേണ്ട സമയങ്ങൾ, കാലഘട്ടങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ ജീവിതത്തിൽ സമയത്തെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ അതിദുഃഖ വേദനയുണ്ടാകുന്ന, അപ്രകാരം ഭാരപ്പെടുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ദൂത്. എബ്രായ ലേഖനം 5:12 കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ഇന്ന് നമ്മോടുള്ള ചിന്ത, ആ ദൂത് ഇപ്രകാരമാണ്. കാലം നോക്കിയ, പൗലോസ് പറയുക, സമയം നോക്കിയാൽ ഇപ്പോൾ ഏതവസ്ഥയിൽ വരേണ്ടതാ, ഏത് സ്ഥിതിയിൽ വരേണ്ടതാ അവർക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല, ആയിത്തീരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്രകാരം ദൈവത്തിൻ്റെ പൈതലെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവല്ലേ. അവിശ്വാസം കൊണ്ടും ഹൃദയത്തിൻ്റെ മടുപ്പ് കൊണ്ടും കർത്താവിനായുള്ള ബന്ധത്തിൻ്റെ തലത്തിൽ എന്താ ദൈവം ആഗ്രഹിക്കുന്നു ആ തലത്തിൽ എത്താത്ത നിമിത്തമുള്ള ചില അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ തലങ്ങളിൽ ചില വിഷയങ്ങൾ ദൈവം തരാതിരുന്നിട്ടുണ്ടോ? ദൈവം പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടോ? ഇന്നും ജീവിത സാഹചര്യങ്ങൾ അപ്രകാരമാണോ? സമയം കടന്നുപോയി, കാലങ്ങൾ നോക്കിയ, സമയങ്ങൾ നോക്കിയ ഒത്തിരി വിഷമമാണ്. അത് ഓർക്കുമ്പോൾ തന്നെ ഒത്തിരി സങ്കടമാണ് ജീവിതത്തിൽ. കാരണം പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കാൻ കഴിയുന്നില്ല, നേടേണ്ട സമയത്ത് നേടുവാൻ കഴിയുന്നില്ല. ഇപ്രകാരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്, നമ്മുടെ കർത്താവിൻ്റെ കരം വേഗതയുള്ള കരവാ. യേശുവിൻ്റെ കരം വേഗതയുള്ള കരവാ. അപ്രകാരം ഈ അവസ്ഥയിലായിരിക്കുമ്പോഴും വേഗത്തിൽ ചെയ്യുവാൻ കർത്താവിന് കഴിയും. സമയത്തെ നോക്ക് എന്ന് പൗലോസ് പറയുമ്പോൾ, സമയത്തെ നോക്കുമ്പോൾ വേദനയല്ലേ? ദൈവത്തിൻ്റെ പൈതലെ, ഈ സ്ഥിതി ദൈവം മാറ്റും. ജോലി ലഭിക്കേണ്ട സമയത്ത് ജോലി ലഭിച്ചിരിക്കുന്നില്ല, പഠനം കഴിഞ്ഞു സമയത്ത് കിട്ടുന്നില്ല. ഇപ്രകാരം വീട് പണി തുടങ്ങി സമയത്തെ തീരേണ്ടതാണ്, പക്ഷെ തീരുന്നില്ല. ഇപ്രകാരം എത്രയോ തടസ്സങ്ങൾ. സമയം പോകുന്നതല്ലാതെ സാഹചര്യങ്ങൾക്ക് ഒരു ചലനവും ഉണ്ടാകുന്നില്ല. അപ്രകാരം ഭയപ്പെട്ട് നിൽക്കുന്നവരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദൂത, യേശുവിൻ്റെ കരത്തിൻ്റെ വേഗത ഈ ദിവസങ്ങളിൽ കാണും. ദൈവം വേഗത്തിൽ ആ മേഖലകൾക്ക് വ്യത്യാസം വരുത്താൻ പോവുക. അപ്രകാരം ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. അന്ന സമയം നോക്കി ദുഃഖിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ ആലയത്തിൽ ഇത്രയും കരഞ്ഞത്, ഇത്രയും വ്യസനിച്ചത്. എന്ന സമയമായപ്പോൾ, ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ആ വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കി. അബ്രഹാം സമയം നോക്കി ഭയപ്പെട്ട മനുഷ്യനാ, എന്നാൽ ദൈവം തക്ക സമയമായപ്പോൾ വാഗ്ദത്തങ്ങളെ നിവൃത്തിയാക്കി. അതെല്ലാം ആ ദൂത് ഇടപെട്ട വിഷയവും അവരുടെ ജീവിതത്തിൽ കർത്താവ് വേഗത്തിൽ, കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി, എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വേഗത്തിലായിരുന്നു. ഇന്ന് ദൂത് വിശ്വസിക്കട്ടെ, വചനം ആഴമായി ഏറ്റെടുക്കട്ടെ. യേശുവിൻ്റെ കരത്തിൻ്റെ വേഗത ഈ ദിവസങ്ങളിൽ അനുഭവിക്കും, അത് ദർശിക്കും. ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടകിൽ കൊടുങ്കാറ്റടിക്കുന്ന നിമിത്തം കടലിൻ്റെ മധ്യേ അവർ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം. എത്തേണ്ട സമയം കഴിഞ്ഞു, എന്നാലും എത്തുന്നില്ല. കൊടുങ്കാറ്റ് നിമിത്തം അവരുടെ പടക് സ്തംഭനാവസ്ഥയിൽ നിൽക്കുക. യേശു കർത്താവ് പടകിലേക്ക് വന്നുവെന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ആ തടസ്സത്തെ മാറ്റുക. യേശു ജീവിതമാകുന്ന പടകിലേക്ക് വരും. യേശു കർത്താവ് ജീവിതത്തിലേക്ക് വരും. വചനം വ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം ഉടനെ പടക് അവരെത്തേണ്ട ദേശത്ത് എത്തി. യേശു കടന്നു വന്ന നിശ്ചയവ എത്തേണ്ട മേഖലകളിൽ ഉടനെ എത്തിയെന്ന വചനം പറയുന്നത്. ഇനി വൈകത്തില്ല. ഇതുപോലെ ദൈവകരത്തിൻ്റെ വേഗത സംഭവിക്കാൻ പോവാ. ഇനി സമയത്തെ നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. ഇനി സമയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട.
യേശു കർത്താവിനെ നോക്കിയാൽ മതി. ദേശത്ത് എത്തിക്കുക, കരയിലെത്തിക്കുക, വാഗ്ദത്തങ്ങളിലെത്തിക്കുക, ഉടനെ എത്തിക്കുക. കർത്താവിന് കഴിയും, യേശുവിന് കഴിയും. വിശ്വസിക്കട്ടെ, ദൈവം അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ കരത്തിൻ്റെ വേഗത ഈ ദിവസങ്ങളിൽ അനുഭവിക്കും. അത് കണ്ണാൽ കണ്ട് സന്തോഷിക്കാൻ പോവുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ ദൂതനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം. സഹായിക്കണം. വേഗത്തിൽ സമയം നോക്കിയ ദുഃഖവ വേദന ഒത്തിരി സമയം വെറുതെ പോയതുപോലെ കർത്താവെ ഇന്നിടപെട്ടതുപോലെ പെട്ടെന്ന് വേഗത്തിൽ ആ വിഷയം കൊടുക്കണം. തലമുറകൾ, വിവാഹം കഴിക്കാതിരിക്കുന്ന ജീവിതങ്ങൾ, ജോലി ലഭിക്കാതിരിക്കുന്നങ്ങൾ, ഒത്തിരി വിഷയം ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അവർക്ക് ദൈവം മതിയായവനാ, യേശു മതിയായ ദൈവ കർത്താവ് ചെയ്യണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.